എന്റെ ആദ്യ ഭാര്യയെ ഞാൻ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് ഒരു കേസ് എനിക്കെതിരെ വരികയുണ്ടായി. 1 വർഷത്തിന് ശേഷം കേസ് നടത്തി. ഇന്ന് ആ കേസിൽ കോടതി എന്നെ കുറ്റവിമുക്തനാക്കി. ലക്ഷങ്ങൾ കൊടുത്തു, ക്യാഷായിട്ട് വാങ്ങിയിട്ട് പോയി. അവർ ആ കേസ് കോഷ് ചെയ്തു. ആ കേസിന്റെ ജഡ്ജ്മെന്റ് എന്റെ കയ്യിലുണ്ട്. എന്ന് വെച്ചാൽ ഈ 2023 അവർ കൊടുത്ത കേസിന്റെ ആദ്യത്തെ കേസ് അവർ 2015 ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഹായ് എവരിവൺ, അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് മല്ലു ട്രാവലർ, ഒരു കാലത്ത് വിവാദ നായകനായിരുന്ന മല്ലു ട്രാവലർ. മല്ലു ട്രാവലറിനെ അത്ര പെട്ടെന്നൊന്നും ആർക്കും മറക്കാൻ കഴിയില്ല അല്ലേ. ഒരു കാലത്തെ മലയാളത്തിൽ തന്നെ ടോപ്പ് ട്രാവലർ ആയിരുന്നു നമ്മുടെ മല്ലു ട്രാവലർ. കേരളത്തിൽ ട്രാവലിംഗ് ബ്ലോഗ് ഉണ്ടാക്കിക്കൊണ്ട് വന്ന ഒരാൾ തന്നെയാണ് പുള്ളി. എന്തായാലും ഇതൊക്കെ ആണെങ്കിൽ കൂടി പുള്ളിക്കാരന്റെ പക്വതക്കുറവ് കൊണ്ടൊക്കെ ആകാം ഒരു കാലം കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരന്റെ വിവാദങ്ങൾ അങ്ങ് വിട്ടൊഴിയാത്ത ഒരു അവസ്ഥയായി. എന്നും വിവാദങ്ങളായിരുന്നു മല്ലു ട്രാവലറിന്റെ പേര്. പിന്നീട് പബ്ലിക്കിൽ വന്ന് എന്തൊക്കെയോ കാണിച്ചു കൂട്ടും, അത് ട്രോളന്മാരെടുത്ത് ട്രോളും. അങ്ങനെ അതൊരു വിവാദമായിട്ട് മാറും. ഒന്ന് തീരുന്നതിന് മുമ്പ് അടുത്ത് തന്നെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ചു നോക്കും, അത് വീണ്ടും വിവാദമായി മാറും. ഇത് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ശരിക്കും ഒരു സമയം കഴിഞ്ഞ ട്രോളന്മാർക്കൊക്കെ ഇട്ട് കൊട്ടാനുള്ള ഒരു ഉപകരണമായി മാറി മല്ലു ട്രാവലർ. അങ്ങനെയാണ് മല്ലു ട്രാവലറിന്റെ പേരിൽ 1-2 പെണ്ണ് കേസ് കൂടെ വന്നു. മല്ലു ട്രാവലറിന്റെ പേരിൽ വന്ന പെണ്ണ് കേസ് ഏതൊക്കെയാണെന്ന് പലർക്കും അറിയായിരിക്കുമല്ലോ. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഒന്നാമത്തെ പെണ്ണ് കേസ് എന്ന് പറയുന്നത് 1.5 വർഷം മുമ്പ് ഒളിച്ചോടിപ്പോയ പുള്ളിക്കാരന്റെ ആദ്യത്തെ ഭാര്യയുടെ കേസായിരുന്നു. എന്തായിരുന്നു ആ കേസ്? 18 വയസ്സ് തികയുന്നതിന് മുമ്പ് പുള്ളിക്കാരിനെ വിവാഹം ചെയ്തു, ഗാർഹിക പീഡനത്തിനിരയാക്കി എന്നൊക്കെയാണ് പുള്ളിക്കാരി ആരോപിച്ചത്. അങ്ങനെ കൊണ്ടാണ് കേസ് കൊടുത്തത്. ഓക്സോ കേസാണ് മല്ലു ട്രാവലറിനെതിരെ ചാർജ് ചെയ്തത്. അന്നൊക്കെ മല്ലു ട്രാവലറിന്റെ ആദ്യ ഭാര്യ മുഖം കാണിക്കാതെ വീഡിയോയിലേക്ക് വന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളെല്ലാരും കണ്ടതാണ്. പക്ഷെ ഈ ആദ്യ ഭാര്യ കേസ് കൊടുക്കുന്നെന്ന് പറയുന്ന ആ ഒരു ടൈം ഉണ്ടല്ലോ, ആ സമയം എന്ന് പറയുന്നത് മറ്റൊരു പെണ്ണ് കേസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു. ആ പെണ്ണിനെ ഇന്ന് പലർക്കും ഓർമ്മയുണ്ടാവും. കേരളത്തിലേക്ക് ഒരു സൗദി വനിത വന്നിട്ടുണ്ടായിരുന്നല്ലോ, ഒരു പയ്യനെ പ്രേമിച്ച് അവരുടെ കൂടെ താമസിക്കാൻ വേണ്ടിയിട്ട്. ആ കപ്പിൾസ് മല്ലു ട്രാവലിനെതിരെ ഒരു കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. തന്നെ റൂമിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് പീഡിപ്പിക്കാൻ നോക്കി എന്ന് പറഞ്ഞിട്ട്. ആ കേസ് പിന്നെ റീച്ചിനും കാര്യത്തിനും വേണ്ടിയിട്ടാണെന്നുള്ളത് കണ്ടപ്പോ തന്നെ എല്ലാവർക്കും മനസ്സിലായി. എന്തായാലും ആ കേസ് നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ കൂടെയായിരുന്നു പുള്ളിക്കാരി പോക്സോ കേസ് ചേർത്ത് അങ്ങ് ചാമ്പി കൊടുത്തു. അതോടെ ഈ മല്ലു ട്രാവലർ മൊത്തത്തിൽ അങ്ങ് പെട്ടുപോയ അവസ്ഥയിലാണ്. കേസ് എല്ലാം കൂടെ ആയപ്പോ ഈ പുള്ളിക്കാരൻ ബ്ലോഗിങ്ങും കാര്യങ്ങളും എല്ലാം നിർത്തിവെച്ചു. കേസും കോടതിയൊക്കെ ആയിട്ട് കയറി ഇറങ്ങേണ്ടി വന്നു. അത് മല്ലു ട്രാവലർ എന്ന് പറയുന്ന ആളുടെ യൂട്യൂബ് കരിയർ തന്നെ ഇല്ലാണ്ടാക്കിയെന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും ഇതെല്ലാം കഴിഞ്ഞ് 1.5 വർഷങ്ങൾക്ക് ഇപ്പുറം മല്ലു ട്രാവലറിന്റെ ആദ്യ ഭാര്യയെ കൊടുത്ത കേസിന്റെ വിധി വന്നിരിക്കുകയാണ്. അങ്ങനെ മല്ലു ട്രാവലറിനെ വെറുതെ വിട്ടിരിക്കുന്നു. നിങ്ങൾ ഒരു കാര്യം ആലോചിച്ച്, ഇവിടെ കൊടുത്തിരിക്കുന്നത് പോക്സോ കേസാണ്. ആ ഒരു പോക്സോ കേസിൽ ഈ ഒരു കേസിൽ നിന്ന് കുറ്റവിമുക്തനാക്കണമെങ്കിൽ കോടതിയെ കൺവിൻസ് ചെയ്യാൻ പറ്റണം അല്ലെ. കൂടുതലും കോടതി ഇരയ്ക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ എടുക്കാനായിരിക്കും ശ്രമിക്കുന്നത്. അങ്ങനെ ഒരു അവസ്ഥയിൽ നല്ല രീതിയിൽ തന്നെ കേസ് വാദിച്ചാലേ ഈ കേസ് വിധി ജയിക്കാൻ പറ്റത്തുള്ളൂ. എന്തായാലും കുറ്റവിമുക്തനാക്കിയതിനു ശേഷം മല്ലു ട്രാവലർ സ്വന്തം ഒരു ചാനലിൽ വന്നൊരു ബ്ലോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിമിഷ നേരം കൊണ്ട് ആ വീഡിയോ വൈറലാവുകയും ചെയ്തിരുന്നു. അപ്പോൾ സംഭവിച്ചത് എന്താന്ന് വെച്ചാൽ വൈറലായി കുറച്ച് മണിക്കൂറുകൾക്കകം തന്നെ പുള്ളിക്കാരൻ ആ വീഡിയോ അങ്ങ് ഡിലീറ്റ് ചെയ്തു. എന്തായാലും ആ ഒരു വീഡിയോ നമ്മുടെ കയ്യിലുണ്ട്. എന്തായാലും ആ വീഡിയോയിൽ എന്തൊക്കെയാണ് മല്ലു ട്രാവലർ പറഞ്ഞിട്ടുള്ളതെന്ന് നമുക്ക് തുടക്കത്തിൽ തന്നെ പുള്ളിക്കാരൻ പറയുന്നത് ആദ്യ ഭാര്യ ഒളിച്ചോടി പോയതിനെ കുറിച്ചാണ്. ഒരുപാട് വീഡിയോസിൽ ഈ കാര്യം പറഞ്ഞ കാര്യമാണ്. പക്ഷെ ഇത്തവണ പറഞ്ഞിരിക്കുന്നത് ആ കാമുകന്റെ പേര് ഉൾപ്പെടെയാണ് പറഞ്ഞിരിക്കുന്നത്. നാട്ടിൽ വന്നപ്പോഴാണ് അറിയുന്നത് ആദ്യ ഭാര്യ എന്ന് പറഞ്ഞ വ്യക്തി അവൾ എന്റെ വീട്ടിൽ താമസിക്കുമ്പോൾ എല്ലാ ദിവസവും രാത്രി കാലങ്ങളിൽ എനിക്ക് ഫോൺ ചെയ്യും. പക്ഷെ ഞാനല്ല സംസാരിക്കുന്നത്. അവളെ കുടുംബത്തിൽ തന്നെ ഒരു അഷി എന്ന് പറഞ്ഞ യുവാവുണ്ട്. അവളെ കുടുംബക്കാരനാണ്. അപ്പോഴാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ വന്നത്. ഈ അഷിയുമായിട്ട് അവള് പ്രണയബന്ധത്തിൽ ഏർപ്പെടുകയും അഷിയോട് അവൾ പറഞ്ഞത് ഞാൻ അവളെ നോക്കുന്നില്ല, ഞാൻ അവളെ ഉപദ്രവിക്കലാണെന്നൊക്കെ പറഞ്ഞിട്ട് ആ പയ്യനെ കറക്കി കുത്തി അങ്ങനെ അവൻ എന്നോട് റിവെഞ്ച് തീർക്കാവുന്ന പോലെ അവൻ അവളെയും കൊണ്ട് ഒളിച്ചോടി. അവൻ അന്ന് അയച്ച വാട്സപ്പ് മെസ്സേജുകൾ കംപ്ലീറ്റ് എന്റെ മൊബൈലുണ്ട്, അവന്റെ നമ്പർ അടക്കം. അതുകൊണ്ട് ഒരിക്കലും അഷി എന്ന് പറയുന്ന വ്യക്തിക്ക് ഈ വിഷയത്തിൽ അത് റിജക്ട് ചെയ്യാൻ പറ്റില്ല. എന്നോട് എവിഡൻസ് ഉണ്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ. അവൻ എന്നെ വെല്ലുവിളിക്കായിരുന്നു, നിന്റെ ഭാര്യ ഞാൻ തട്ടിക്കൊണ്ട് പോയടാ, നിനക്ക് എന്താണ് ചെയ്യാൻ പറ്റുക, നീ ചെയ്യ്. ഞാൻ പറഞ്ഞു, മോനെ നീ തെറ്റിദ്ധരിച്ചിട്ടാണ്, പ്ലീസ് എനിക്ക് കൊണ്ടെത്താൻ, എനിക്കൊരു മോനുണ്ട്. ഞാൻ അവന്റെ കൈയും കാലും പിടിച്ച് പറഞ്ഞു. പക്ഷെ അവൻ കേട്ടില്ല. അന്ന് ഞാൻ ഇവിടെ വിളിച്ച് സംസാരിച്ചു. ഈ ആദ്യ ഭാര്യ ഞാൻ വിളിച്ച് സംസാരിച്ചു. ഞാൻ അവളോട് ചോദിച്ചു എന്താണ് പറ്റിയത്. അവൾ പറയാ, അല്ല ഞാൻ വീട്ടിലുണ്ടാവുമ്പോൾ അവൻ വരാറുണ്ട്, ഞങ്ങള് എന്താ പറയുക, ഞങ്ങൾ എല്ലാവിധ റിലേഷൻഷിപ്പും ഞങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഇനിയും നിങ്ങളെ കൂടെ ജീവിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ചീറ്റ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ പോകുന്നത്. ഞാൻ പറഞ്ഞു, എനിക്കത് വിഷയമല്ല, നീ തിരിച്ചു വാ, നീ അവന്റെ കൂടെ എന്ത് ചെയ്തെങ്കിൽ എനിക്ക് വിഷയമല്ല, നീ തിരിച്ചു വാ. അവൾ വരുന്നില്ല. അവളുടെ കുറ്റബോധം കൊണ്ട് അവൾക്ക് വരാൻ പറ്റുന്നില്ല. അങ്ങനെ അവള് വരുന്നില്ല എന്ന് ഉറപ്പായപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, എനിക്ക് എന്റെ മോനെ. ആദ്യ ഭാര്യയുടെ കാമുകന്റെ പേരടക്കം ഇവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ശരിക്കും ആ ഭാര്യയെ തിരിച്ചു കിട്ടത്തില്ല എന്ന് കണ്ടപ്പോ പുള്ളിക്കാരൻ പറഞ്ഞു, എന്താണെന്ന് എനിക്ക് എന്റെ മകനെ വേണമെന്ന്. ആ
മകനെ ഇടയ്ക്ക് മല്ലു ട്രാവലറിന്റെ വീഡിയോയിലൊക്കെ കാണിക്കാറുണ്ട്. ആ ഒരു മോനെ വേണമെന്ന് പറഞ്ഞതിന്റെ ഇടയ്ക്ക് മല്ലു ട്രാവലറിന്റെ ഭാര്യ കുറച്ച് പണം ചോദിച്ചെന്ന് പറയുന്നത്, ആ പണമൊക്കെ എന്നെ കൊടുത്തെന്നാണ് മല്ലു ട്രാവലർ പറയുന്നത്. അതിന്റെ പേരിൽ ഇവരൊരു ധാരണയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഈ സൈഡിൽ കൊടുക്കാം, അതൊന്ന് വായിച്ചു നോക്കി എല്ലാം മനസ്സിലാവും. അങ്ങനെ ഇവര് അതൊക്കെ സെറ്റാക്കി പള്ളിയിൽ ചെന്ന് തൊലാക്കി വെള്ളി എല്ലാം സെറ്റായി. ഇനി ഇത് കഴിഞ്ഞ് മല്ലു ട്രാവലർ കുറച്ച് കാര്യങ്ങളൂടെ പറയുന്നുണ്ട്, അതും കൂടെ കണ്ടുനോക്കാം. അതിനിടയിൽ വേറെ കാര്യം നടന്നിരുന്നു. ഞാൻ ഗൾഫിലുള്ള സമയത്ത് ഞാൻ പോലും അറിയാതെ അവൾ ഡൈവോഴ്സ് വാങ്ങി. ആഹാ, അങ്ങനെയൊക്കെ നടന്നായിരുന്നു. നമ്മുടെ നാട്ടിലത്തെ നിയമം ഉപയോഗിച്ചിട്ട് അവൾ ആദ്യം ചെയ്തത്, അവൾ തലശ്ശേരി സ്റ്റേഷനിൽ പോയി എനിക്കെതിരെ കേസ് കൊടുത്തു. ഇതല്ല കേട്ടോ, അവൾ എനിക്കെതിരെ മുന്നേ കേസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങളതൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ. അവൾ 2014-15 എങ്ങാണ്ട് അവൾ എനിക്കെതിരെ കേസ് കൊടുത്തു. ആ കേസിൽ അവൾ പറഞ്ഞത് ഞാൻ അവളെ പീഡിപ്പിക്കുന്നുണ്ട്, ശാരീരികപരമായിട്ട് പീഡിപ്പിക്കുന്നുണ്ട്, മാനസികപരമായിട്ട് പീഡിപ്പിക്കുന്നുണ്ട്, അവൾക്ക് എന്റെ കൂടെ യോജിച്ചു പോകാൻ പറ്റില്ല എന്നും പറഞ്ഞ് അവൾ കേസ് കൊടുത്തു. ആ കേസിന്റെ പുറത്ത് അവൾ കോടതിയിൽ പോയിട്ട് ഞാൻ പോലും അറിയാതെ അവൾ ഡൈവോഴ്സ് ലെറ്റർ വാങ്ങി. അതെങ്ങനെയാ കിട്ടിയെന്ന് എനിക്കറിയില്ല. എന്റെ വീട്ടിലൊരു വക്കീൽ നോട്ടീസ് വന്നിട്ടില്ല, കത്ത് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഞാൻ നാട്ടിലേ ഇല്ല. ഞാൻ നാട്ടിലില്ലാത്ത തക്ക നോക്കിയിട്ട് ആ ഒരു അവസരം ഉപയോഗിച്ചിട്ട് അവൾ പോയിട്ട് ഡൈവോഴ്സ് വാങ്ങി. ആ ഡൈവോഴ്സ് വാങ്ങിയതിന് ശേഷമാണ് അവൾ ആ പയ്യന്റെ കൂടെ പോയത്. അപ്പൊ അത് ശരി, മല്ലു ട്രാവലറുമായിട്ട് പിരിഞ്ഞതിന് ശേഷം വേറെ 2 ആൾക്കാരുമായിട്ട് ലിവിങ് ടുഗദർ ആയിരുന്നു എന്നാണ് പറയുന്നത്. അതിനുശേഷം പുതിയ ഭർത്താവുമൊത്ത് തനിക്കിത്തിരി പണം തട്ടാമെന്നും പറഞ്ഞ് ആ ഒരു നീക്കം ആരംഭിച്ചു എന്നാണ് മല്ലു ട്രാവലർ പറയുന്നത്. അപ്പൊ അതിന്റെ കഴിഞ്ഞിട്ടും പുള്ളിക്കാരൻ കുറെ പറയുന്നുണ്ട് മകന്റെ പാസ്പോർട്ടിന്റെ എന്തോ കാര്യം. ട്രാവലറിന്റെ മകന്റെ പാസ്പോർട്ടിൽ ഉമ്മയുടെ പേര് ആ ഒരു പാവം വെട്ടണം എന്നുള്ള കാര്യം. അതിന് അനുവാദം ചോദിച്ചപ്പോ അവര് 2 ലക്ഷം രൂപ ഡിമാൻഡ് ചെയ്തു എന്നാണ് പറയുന്നത്. അതുവരെ മല്ലു ട്രാവലർ കൊടുത്ത് ഒഴിവാക്കി എന്നാണ് പറയുന്നത്. എന്തായാലും അതിനുശേഷം സംഭവിച്ച കാര്യങ്ങൾ പുള്ളിക്കാരൻ പറയുന്നുണ്ട്, അതും കൂടെ കണ്ടു. അങ്ങനെ ഷിക്കീബുമായിട്ട് അവൾ റിലേഷൻഷിപ്പ് ഉണ്ടായി. ആ പയ്യൻ പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലായിരുന്നു. അവൾക്ക് മൈലാഞ്ചി കിട്ടാൻ അറിയായിരുന്നു, മെഹന്തി ആർട്ടിസ്റ്റ് ആയിരുന്നു. ഇപ്പൊ മൈലാഞ്ചി കിട്ട് അവർ ജീവിതം പോകുന്നതിനിടയിലാണ് അവളുടെ 4ാമത്തെ ഹസ്ബൻഡ്, റെക്കോർഡിക്കലി 2nd ആണ്, കാരണം ഷക്കീബിനെയും മറ്റേ പയ്യനൊന്നും അവൾ കല്യാണം കഴിച്ചിട്ടില്ല, അത് ലിവിങ് ടുഗദർ ആയിരുന്നു. 4ാമത്തെ ഹസ്ബൻഡ് കബീർ ഷാ, കൊല്ലംകാരനാണ്, കൊല്ലം അഞ്ചൽ സ്വദേശിയാണ്. അഞ്ചൽ സ്വദേശി കബീർ ഷാ എന്ന് പറയുന്ന വ്യക്തിയാണ് അവൾ കല്യാണം കഴിക്കുന്നത്. അവനെ നിക്കാഹ് ചെയ്തു. അവര് 2018 ഒക്ടോബറിൽ അവരങ്ങനെ ഒഫീഷ്യലി നിക്കാഹ് ചെയ്തു. ഈ ഒരു വ്യക്തി വന്നതോട് കൂടിയിട്ട് ഇവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരാൻ തുടങ്ങി. എങ്ങനെ മാറ്റങ്ങൾ എന്നറിയോ? 2018 കാലഘട്ടത്തിൽ അപ്പോഴും ഞാൻ 0 ആയിരുന്നു, എന്റെ കയ്യിൽ ഒന്നുമില്ലായിരുന്നു. 2019 ശേഷമാണ് മല്ലു ട്രാവലർ ആയത്, അല്ലെ? ഞാൻ സാമ്പത്തികപരമായിട്ട് വളരെ കഷ്ടപ്പെട്ട് നിൽക്കുന്ന സമയമാണ് 2018 2018 അവസാന ഘട്ടത്തിലാണ് ഞാൻ യൂട്യൂബ് ചാനലിൽ തുടങ്ങിയത്. ഞാൻ കല്യാണം കഴിച്ചു, ബൽക്കിനെ കല്യാണം കഴിച്ചു 2018 ലാസ്റ്റാണ്. അവൾ എന്റെ ജീവിതത്തിൽ വന്നതോട് കൂടിയിട്ട് എന്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു. ഞാൻ ഒരുപാട് മാറി. കാരണം ഒരു പെണ്ണ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ ശരിക്കും എനിക്ക് മനസ്സിലായിരുന്നു. കാരണം ആദ്യം എന്റെ ലൈഫിൽ ഒരു പെണ്ണ് വന്നു, കംപ്ലീറ്റ് തകർന്നു പോയി, ഡെസ്ട്രോയ് ചെയ്തു. രണ്ടാമതൊരു പെണ്ണ് വന്നപ്പം തകർന്നതൊക്കെ അതിനേക്കാളും 10 ഇരട്ടിയിൽ എനിക്ക് എന്തായി, ഇങ്ങനെ പൊന്തി വരാൻ തുടങ്ങി. 2018 ബൽക്കി വന്നതിന് ശേഷം ഞാൻ മല്ലു ട്രാവലറായി, യൂട്യൂബ് കരിയർ സ്റ്റാർട്ട് ചെയ്തു. എന്റെ പോക്കറ്റ് പൈസ വരാൻ തുടങ്ങി, അക്കൗണ്ടിൽ പൈസ വരാൻ തുടങ്ങി, എന്റെ ലൈഫ് സ്റ്റൈൽ മാറാൻ തുടങ്ങി. ഇവരിതൊക്കെ കാണുന്നുണ്ട്. അപ്പൊ ഇവരുടെ സൈഡിൽ നിന്ന് എങ്ങനെ പൈസ തട്ടാം എന്നുള്ള കുറച്ച് കലാപരിപാടികൾ. അതിൻ്റെ വേറെ കാര്യം വിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, അവളുടെ ഡൈവോഴ്സിന് വേണ്ടി അവളൊരു കേസ് കൊടുത്തിരുന്നു എന്നുള്ളത് തലശ്ശേരി കോടതിയിൽ. ആ കേസിൽ ഈ പറഞ്ഞ ഗാർഹിക പീഡനം അല്ലെങ്കിൽ സ്ത്രീധന പീഡനം എന്നൊക്കെ പറഞ്ഞാണ് കൊടുത്തത്. പഠിച്ചോണാണ്, ഞാൻ 5 പൈസ സ്ത്രീധനം വാങ്ങിയിട്ടില്ല. അവരുടെ ഫാമിലി എനിക്ക് ആകെ തന്നത് 6-7 പവന്റെ ഗോൾഡ് മാത്രമാണ്. ഓക്കെ, അതൊക്കെ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. 6-7 പവൻ മാക്സിമം അതേ ഉള്ളൂ. അവൾ ഇട്ട് വന്നതല്ലാന്ന് വേറെ ഒന്നും ഞാൻ വാങ്ങിയിട്ടില്ല. അപ്പം ആ കേസിൽ ഒരു ദിവസം ബഹുമാനപ്പെട്ട തലശ്ശേരി ഡിവൈഎസ്പി നോക്കുമ്പോൾ ആ കേസ് പെൻഡിങ് എടുക്കണം. അങ്ങനെ ബഹുമാനപ്പെട്ട ഡിവൈഎസ്പി വിളിപ്പിച്ചു. ഞാൻ പറഞ്ഞു, സാർ ഇങ്ങനെയാണ്, അവൾ വേറെ കല്യാണം കഴിച്ചു, ഞാൻ വേറെ കല്യാണം കഴിച്ചു. അപ്പോൾ ഒരു 4-5 വർഷം മുന്നത്തെ ഒരു കേസാണ്, 2015 കൊടുത്ത കേസ്, 19 അവർ നോക്കുന്നത്. അപ്പം ഞാൻ എന്റെ പെങ്ങൾ വഴി പിന്നെ ഇവരെ കോൺടാക്ട് ചെയ്തു. അപ്പൊ ആദ്യം ഇവർ പറഞ്ഞു ഞങ്ങൾ വരാം, പക്ഷെ ഞങ്ങൾക്ക് പൈസ വേണമെന്ന് പറഞ്ഞു. ആ കേസ് അവർ പിൻവലിക്കണമെങ്കിൽ അവർക്ക് പൈസ വേണം, അവർക്ക് വണ്ടിക്കൂലിയോ ഇവിടെ പോകാൻ വണ്ടിക്കൂലി വേണമെന്ന് പറഞ്ഞു. അന്നും എൻ്റെ അടുത്ത് ലക്ഷങ്ങൾ വാങ്ങി. അന്ന് എൻ്റെ അടുത്ത് പൈസ ഉണ്ട്. അന്ന് എൻ്റെ അടുത്ത് ഫസ്റ്റ് അവിടെയാണ് ഇവർ എൻ്റെ അടുത്ത് പൈസ വാങ്ങുന്നത്. അന്ന് പൈസ വാങ്ങി ഇവരെന്ത് ചെയ്തു, ആ കേസ് അവർ കോഷ് ചെയ്തു. അവർ പറഞ്ഞു പൈസ തന്നു, ഞങ്ങൾ കേസ് കോഷ് ചെയ്തു, ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല, ഞങ്ങൾ കുറച്ച് ചെലവുണ്ട്, ആ ചെലവ് നിങ്ങൾ നോക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ട് അവരെ പൈസ വാങ്ങുന്നത്. ലക്ഷങ്ങൾ കൊടുത്തു, ക്യാഷായിട്ട് വാങ്ങിയിട്ട് പോയി. അവർ ആ കേസ് കോഷ് ചെയ്തു. ആ കേസിന്റെ ജഡ്ജ്മെന്റ് എൻ്റെ കയ്യിലുണ്ട്. എന്ന് വെച്ചാൽ ഈ 2023 അവർ കൊടുത്ത കേസിന്റെ ആദ്യത്തെ കേസ് അവർ 2015 ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ആ കൊടുത്ത കേസാണ് അവർ പൈസ വാങ്ങിയിട്ട് അവർ അന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് പോയത്. അതേ കേസാണ് പിന്നെയും അവര് ഇപ്പം വന്ന് 2ാമതും കൊടുത്തത്. അതിന്റെ കൂടെ അവർ പോക്സോ കേസ് കൂടെ ആയി. അപ്പൊ അവർക്ക് പണം ആവശ്യമായിട്ട് വരുമ്പോഴൊക്കെ അവർക്ക് പണം തട്ടാനുള്ള ഒരു ഉപാധിയായിട്ട് മാറി മല്ലു ട്രാവലർ. മുൻപ് 1-2 വട്ടം കേസ് കൊടുത്തു. ഇത്തവണ പക്ഷെ പോക്സോ കേസ് വരെ ആഡ് ചെയ്ത് കൊടുത്തപ്പോ ശരിക്കും അക്ഷരാർത്ഥത്തിൽ മല്ലു ട്രാവലർ പെട്ടു എന്ന് തന്നെ വേണേ പറയാം. എന്തായാലും കേസ് കോടതിയിൽ നടന്നല്ലോ, അതിന്റെ വിധിയും വന്നു. ഇപ്പോ മല്ലു ട്രാവലറിനെ കോടതി കുറ്റവിമുക്തമാക്കുകയും ചെയ്തു. പുള്ളി പറയുന്നതെല്ലാം നമുക്ക് വിശ്വസിക്കാനേ പറ്റും.
ശരിക്കും പറഞ്ഞാൽ 1.5 വർഷം മുമ്പ് മല്ലു ട്രാവലറിന്റെ ഭാര്യ ഒരുപാട് ഇങ്ങനെ വന്ന് കുറെ വീഡിയോസിലൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മൾ പറഞ്ഞായിരുന്നു ഇവര് പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കാൻ വരട്ടെ, അത് മാത്രം വിശ്വസിക്കരുത്, മല്ലു ട്രാവലർ പറയുന്നത് കൂടെ നമുക്ക് കേൾക്കണമെന്ന്. അപ്പൊ എന്താണ് എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളത്. അപ്പൊ എന്താണ് ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പൊ അടുത്തൊരു വീഡിയോ കാണാം. അതുവരെ ബൈ ബൈ.